ബലീനോ എടുക്കണോ സ്വിഫ്റ്റ് എടുക്കണോ, ബലീനോ വേണോ സ്വിഫ്റ്റ് വേണോ? എൻക്വയറിന്റെ സമയത്ത് എല്ലാവരും വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ബലേനോ എടുക്കണോ അതോ ഞങ്ങൾ സ്വിഫ്റ്റ് എടുക്കണോ? കണ്ണു അടച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ബലീനോ സജസ്റ്റ് ചെയ്യും. കാരണം ആ ഒരു 4 സിലിണ്ടർ എഞ്ചിനും 1200 cc ആ ഒരു എഞ്ചിൻ ഭയങ്കര വെറുത്താണ്. ആ വണ്ടി ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം. പഴയ ഒരു സ്വിഫ്റ്റ്, പഴയ ആ 4 സിലിണ്ടർ സ്വിഫ്റ്റും ഇപ്പോഴത്തെ സ്വിഫ്റ്റ് ഓടിച്ചവർക്ക് അതിന്റെ വ്യത്യാസം നന്നായിട്ട് മനസ്സിലാവും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കണ്ണു അടച്ചിട്ട് ബലീനോ എടുത്തോളാൻ പറയും. എന്നാൽ ബലീനോ നമുക്ക് ഓഫർ ചെയ്യുന്ന ഒരു ട്രാവലിംഗ് കംഫർട്ട് പോലും അത്രയും അടിപൊളിയാണ്. പക്ഷേ ബലീനോ നിങ്ങൾ ഇപ്പൊ എടുക്കണം. കാരണം 2026 മാരുതി സുസുക്കി ഓൾറെഡി ബലീനോയുടെ ഫേസ് ലിഫ്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ട്രയൽ റൺ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് വന്നു തുടങ്ങി. ആ ഒരു വണ്ടി വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ വണ്ടിയും സെഡ് സീരീസ് എഞ്ചിനിലേക്ക് മാറും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ ഒരു 3 സിലിണ്ടർ 1200 cc എഞ്ചിനിലേക്ക് ബലീനോ മാറും. ബലീനോ അങ്ങനെ മാറുമ്പോൾ ആ ഒരു ബലീനോ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. കാരണം സ്വിഫ്റ്റിന് വന്ന മാറ്റം, അല്ലെങ്കിൽ സ്വിഫ്റ്റും ഡിസയറും ഓടിച്ച ഒരാൾക്ക് അറിയാൻ പറ്റും ആ ഒരു മാറ്റം. പക്ഷെ ഇനി ഇതിന്റെ അകത്തുള്ള ഒരു മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ വണ്ടികൾ അവൈലബിൾ ആണോ? ഇപ്പൊ തന്നെ ബലീനോ ചില കളേഴ്സിനൊക്കെ 16 ആഴ്ചയൊക്കെയാണ്, എന്ന് വെച്ചാൽ 3 മാസമൊക്കെയാണ് വെയിറ്റിംഗ് പീരീഡ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സോ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ഒക്കെ ഈ ഒരു വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് വണ്ടി ബുക്ക് ചെയ്ത് വെക്കാൻ പറയാം. കാരണം എപ്പോൾ വേണമെങ്കിലും മാരുതിയുടെ സ്റ്റോക്ക് ഇതാവും. കാരണം ഇത്രയും ഒരു വെയിറ്റിംഗ് പീരീഡ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വണ്ടി കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന കളറും പ്രതീക്ഷിക്കുന്ന വേരിയന്റും വണ്ടി നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ ബലീനോ എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തിട്ട് സ്റ്റോക്ക് അവൈലബിൾ ആവുന്ന കളേഴ്സിൽ പെട്ടെന്ന് തന്നെ വണ്ടി ഇറക്കുന്നത് നന്നാവും. കാരണം നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇപ്പൊ ഇഗ്നീസിന് ആൾക്കാർ വരുന്ന പോലെ നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് കാര്യമില്ല. ബലേനോ ഉറപ്പായിട്ട് ഒരു 80% കൺഫേം ആണ് വണ്ടി ഇനി വരുന്നത് സെഡ് സീരീസ് എഞ്ചിനിലേക്കായിരിക്കും. അപ്പൊ ഇപ്പൊ ഉള്ള ഒരു ബലേനോ ഒക്കെ എന്താ പറയാ, അത്രയും അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ വണ്ടി നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഇത് ഷെയർ ചെയ്യാം.